ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. കർമ്മങ്ങളുടെ സ്വീകാര്യത അത് നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഏത് ഇബാദത്തിനും ഏത് അമലിനും സ്വലാത്തിനൊഴികെ ബാക്കിയുള്ള എല്ലാത്തിനും നിയ്യത്ത് വേണം. ഇപ്പോൾ ഉളുഹിയ്യത്ത്, നമ്മുടെ ഉളുഹിയ്യത്തിൻ്റെ കാലമാണല്ലോ. ഉളുഹിയ്യത്ത് ആണെങ്കിലും ഉളുഹിയ്യത്ത് ഇറക്കണയാൾ ഒന്നിരിക്കൽ മൂപ്പർ നിയ്യത്ത് ഏൽപ്പിക്കണം, അല്ലെങ്കിൽ മൂപ്പർ തന്നെ വെക്കണം. നിയ്യത്തില്ലാതെ അർത്താൽ ഉളുഹിയ്യത്താവില്ല. എന്നാൽ ഈ തൊള്ളോണ്ട് പറയൽ സുന്നത്തുണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ തുസന്നു ബിൽ ലിസാനി, നാക്കുകൊണ്ട് നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്താണ്. അപ്പം എങ്ങനെയാ പറയുക? ഫയഖൂലു, അപ്പോൾ പറയണം നവൈത്തുൽ ഉൽഹിയ്യത്തൽ മസ്നൂനത്ത, സുന്നത്താക്കപ്പെട്ട ഉൽഹിയ്യത്ത് ഞാൻ കരുതി, അറക്കാൻ കരുതി എന്ന് തൊള്ളോണ്ട് പറയാം. അത് സുന്നത്താ. തൊള്ളോണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, കൽബിൽ വേണം. തൊള്ളോണ്ട് പറയൽ സുന്നത്താ. അല്ലെങ്കിൽ ഔ അദാ സുന്നത്തി തൽഹിയ്യത്തി, ഉൽഹിയ്യത്ത് എന്ന സുന്നത്തിനെ വീട്ടുന്നു ഞാൻ കരുതുന്നു. ഇനി ഒരാൾ സുന്നത്ത് ഒഴിവാക്കിയാലോ അത് ചില പ്രശ്നമാവും. ഫഇനിഖ്തസറ അലാ നഹബിൽ ഉൽഹിയ്യത്തി, അപ്പോൾ നവൈത്തുൽ ഉൽഹിയ്യത്ത എന്ന് പറഞ്ഞു തൊള്ളോണ്ട് സുന്നത്ത് ഒഴിവാക്കി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സോറത്ത് വാജിബത്തൻ, ആ ഉൽഹിയ്യത്ത് നിർബന്ധമായ ഉൽഹിയ്യത്തായി മാറും. നിർബന്ധമായ എന്താ കാട്ടുക? യംതനിഉ അലൈഹി അക്ലുഹു മിൻഹാ, ആ ഉൽഹിയ്യത്തിൽ നിന്ന് പിന്നെ ഇവൻ്റെ മേൽ തിന്നൽ ഹറാമാവും, മുംതനിയാവും, തിന്നാൻ പറ്റൂല, നേർച്ചയുടെ വിധിയിലാവും. ഇത് അറിവില്ലാത്ത ആളുകൾ കുറച്ചൊക്കെ പഠിച്ചണേ. പഠനം അത്യാവശ്യമാണ്. ഒരു മുസ്ലിമാണോ ജീവിക്കാൻ ഇൽമെന്ന 100 അവൻ്റെ മുൻപിൽ വേണം. എന്നാലേ മുസ്ലിമായി സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുഴിയിൽ ചാടും. നിസ്കാരമൊക്കെ അധികവും ബാത്തിലാവും പഠിച്ചിട്ടില്ലെങ്കിൽ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നമുക്ക് കുറച്ച് പഠിക്കാൻ അവസരം കിട്ടിയല്ലോ. അള്ളാഹു അറിവ് ഏറ്റി തരട്ടെ. കിതാബ് ഓതാത്ത നാടന്മാരുടെ നാക്കുകളിലൂടെ സംഭവിക്കുന്നത് കസീറൻ, വളരെ ധാരാളമായും സംഭവിക്കും. മിൻ ശിറാഇഹിം മാ യുരീദൂന തൽഹിയത ബിഹി മിൻ അവൈലി സന, ഇവർ ഉളിഹിയത്ത് അറക്കാൻ വേണ്ടി മൃഗത്തിനെ വാങ്ങും, വർഷത്തിൻ്റെ ആദ്യത്തിൽ തന്നെ വാങ്ങും. വകുല്ലു മൻ സഅലഹും അൻഹാ യഖൂലൂന ലഹു ഹാദിഹി ഉളിഹിയത്തുൻ. അങ്ങനെ ഇതെന്താടാ, ഇത് നല്ലൊരു കുട്ടനെ വാങ്ങിക്കൊണ്ടിരി, കാണല വാങ്ങിക്കൊണ്ടിരി, ഇതെന്താ? അപ്പോൾ അവൻ പറയും ഹാദിഹി ഉളിഹിയത്തുൻ, ഇതിൻ്റെ ഉളിഹിയത്താണ്. കണ്ടോ, അവിടെ സുന്നത്ത് ഒഴിവാക്കി. ആ പറയലോട് കൂടെ അത് വാജിബായ കഥ ഇവൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് എന്താ കാട്ടുക? അത് സുന്നത്താ മനസ്സിലാക്കിയിട്ട് അതറക്കും. എന്നിട്ടോ കുറച്ചവൻ കൊടുക്കും, കുറച്ചവൻ പെരി പാത്തക്കും. തിന്നല് ഹറാം. ജഹ്ലിഹിം, ഇവർക്ക് അറിയില്ല, ഇവരറിയാതിരിക്കലോടുകൂടെ ബിമായ തറത്തബു അലാ ദാലിക മിനൽ അഹ്കാമി, ഇതിനാൽ ആ ഉൽഹിയ്യത്ത് സുന്നത്ത് ഒഴിവാക്കിക്കൊണ്ടുള്ള പറച്ചിലിനാൽ തുടർന്ന് വരുന്നത് ഇവർക്ക് അറിയില്ല. യസ്വീറു ബിഹി ഉൽഹിയ്യത്തൻ വാജിബത്തൻ യംതനിഉ അലൈഹി അക്ലുഹു മിൻഹാ, ആ പറച്ചിലുകൊണ്ട് അത് നിർബന്ധമായ ഉൽഹിയ്യത്തായി മാറുന്നു. അതിന് ഓനും ഓൻ്റെ കെട്ടികൾക്കും കുട്ടികൾക്കും തിന്നാൻ പറ്റൂല, ചിലരോടൊക്കെ നിർബന്ധമായി തിന്നാൻ പറ്റൂല. അപ്പോൾ ഒരു വിഷയം തന്നെയല്ലേ. അപ്പോൾ തൊള്ളോണ്ട് പറയുമ്പോൾ നീ അന്നിയത്ത് ഫിൽ കൽബി, കൽബിലാ നിയ്യത്ത്. പക്ഷെ തൊള്ളോണ്ട് പറയുമ്പോൾ നല്ലോം ശ്രദ്ധിക്കണം, സുന്നത്ത് അതിന് കൂട്ടണം. സുന്നത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് സൂറത്ത് വാജിബത്തൻ, നിർബന്ധമായതാവും, നേർച്ചയുടെ വിധിയിലാവും. നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ ഓനും കെട്ടിയോൾക്കും കുട്ടികൾക്കും തിന്നാൻ പറ്റൂല. പിന്നെ ഫുഖറാ മസാക്കിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ.
അല്ലാഹു തആല എല്ലാ ഇബാദത്തുകളും കൃത്യമായി ചെയ്യാൻ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.